നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം. അതിൽ കാണാം റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഓരോ പരിപാടി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമില്ലാതെ പിന്നെ വെറുതെ പെണ്ണ് കെട്ടണോ? അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പിന്നെ സുബി വരെ ഇബാത്ത്. ഇതാ റാബിയ ബീവിയുടെ ജീവിതം. അല്ലാതെ നീ വരുന്നില്ലേ, നിങ്ങൾക്ക് കടന്നോളി അങ്ങ് ചൊല്ലാനുണ്ട്, ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത്. അത് ശരിയല്ല. കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പെടരുത്. ഇത് ബസ്രയിലുള്ള മഹദിയാണ് റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞാൽ. ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് റാബിയത്തു ഷാമിയ റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെയും പരിപാടി തന്നെ. അത്വബഖാത്തുൽ വുസ്തയിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യ ഈ മഹദി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതിൻ്റെ ഷറഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു. അതാണ് അതിൻ്റെ ഷറഹിൽ വരേണ്ട വ്യാഖ്യാനം. ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല. അങ്ങനെ ആരും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം. അത് സുന്നത്താണ്. ഉഖൂദുൽ ലജീൻ ഫി ബയാനി ഹുഖൂഖി സൗജൈൻ എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും, പിന്നെ നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ. അങ്ങനെ സുബിഹി വരെ ഭർത്താവുമായി സുഖിക്കും. ഭർത്താവ് ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് ഇബാത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയത്തു ഷാമിയ ബീവിയുടെ ചരിത്രം. അപ്പുറത്തെ റൂമിൽ പോവും, ഇബാത്ത് ചെയ്യും. ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ജീവിത സ്റ്റൈല് എന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബമില്ല, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അജ്മീർ, മുത്തുപ്പട്ട, നാഗൂർ, സിയാർത്തോടെ സിയാർത്ത്. അല്ലടെ നീ ഭാര്യനും വേണ്ടി അത് ഞാൻ ഓളെ അള്ളാഹുവിന് വിട്ടുകൊടുത്ത് തവക്കുലാക്കിയിരുന്നു. എന്നാൽ പിന്നെ നീ പെണ്ണ് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഓളെ നേരത്തെ തന്നെ അന്ന് നോക്കുന്നുണ്ടായിനല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാ നബി പറഞ്ഞു, ആ ദ്വാരക്കലൊക്കെ ദ്വാരക്കാം, നിനക്കെന്താ ജോലി? മറുപടി, ഞാനിങ്ങനെ ഇബാത്തും കാര്യമായിട്ട് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ, ചില ആൾ സിയാർത്തും കാര്യമായിട്ട് നടക്കും. അപ്പോൾ നീ എങ്ങനെ ഫുഡ് കഴിക്കണത്? അത് എൻ്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് പണിയൊക്കെ തരുമെന്ന്. അയാളെന്താ ജോലി? അയാൾ നല്ല ജോലിക്ക് പോകും, മൂപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരുമെന്ന്. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നിന്നേക്കാൾ ഇഷ്ടപ്പെട്ട ആള്. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം. ഒരു ഫാത്തിഹ എപ്പോഴും ജീലാനി തങ്ങൾക്ക് ഓതുന്നുണ്ട്, അത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്ത്. അത് കൃത്യം കൊണ്ട് നടന്നാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും. അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോൾ സ്പാർക്കായിട്ട് ഡെയിലി 5 യാസീനെങ്കിലും ബഗ്ദാദിലേക്ക് വിടണമെന്ന്. ഓക്കെ, തുടങ്ങി 2 ദിവസം ഭയങ്കര. അപ്പോൾ ജീലാനി തങ്ങൾ സജീവമായിട്ട് വന്ന് പിന്നെ മൂപ്പര് നോക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി. പിന്നെ മൂപ്പര് ഉണ്ടാവില്ല, ജീലാനി തങ്ങൾക്ക് ഇത് എടുത്ത് പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത്. അതാണ് നവവി ഇമാം പറഞ്ഞത്, നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധമുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഈ ബാത്ത് സ്ഥിരം ചെയ്യുക. അത് എത്ര കുറച്ചാണെങ്കിലും ശരി. റബീഉൽ അവ്വൽ വരുന്നത് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിദിന്റെ ഒരു ഭാഗമെങ്കിലും ചെല്ലുക, കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം, അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പേടിയായിരിക്കും. അത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്തു പേടി? ഏത് നിഅമത്ത് കിട്ടുമ്പോഴാണ് അവർക്ക് പേടി കൂടുക. എന്ത് നിഅമത്ത് കിട്ടുമ്പോൾ അവർ പേടിക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആള് കൂടുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ്, അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ പുതിയ കാലഭാഷ. അതിന് മഹാന്റെ മറുപടി എന്താ പറയുക? അത് ഇസ്തിദ്റാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട്, അള്ളാഹ് നിഅമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട്. ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം. മക്കളൊക്കെ അൽഹംദുലില്ലാ സെറ്റാണ്.
2 പണ്ഡിതന്മാരാണ്, 3 ഡോക്ടേഴ്സാണ്. എല്ലാവരും കെട്ടിച്ചു, നല്ല വീടുണ്ട്, വലിയ ഉസ്താമാരോട് ബന്ധമുണ്ട്, നല്ല വാഹനമുണ്ട്, സാമ്പത്തിക ഭദ്രത ഉണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. ഈ നിഅമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ചൊരു മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്തിനാ അതൊക്കെ പറയണത്? ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ലോകം എത്ര വിശാലമായിരുന്നു. മൂപ്പരൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 12,000 മഷിക്കുപ്പികളിലെ മഷി കൊണ്ട് എഴുതാൻ മാത്രം വിവരത്തിന്റെ എൻസൈക്ലോപീഡിയ ആയിരുന്നു മൂപ്പര്. അർശ് നോക്കിയിട്ട് ഇൽമു പറയും മൂപ്പര്. അയാൾ ഈമാനില്ലാന്ന് മരിച്ചു. അയാളാ എപ്പോഴും ഏത് നിഅമത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവും പൊസിഷനും എന്ത് ആദരവും കിട്ടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കണം. നമ്മൾ കണ്ടവരൊക്കെ ആദരിക്കുന്നത് ഇപ്പം അടുത്ത് വന്നൊരു കൾച്ചറാ. നല്ല പേടിക്കണം. നമ്മൾ ആദരിച്ചുകൊണ്ട് ഒരാൾക്ക് കിബർ വന്നാൽ നമ്മൾ കുറ്റക്കാരാവും. ഇക്റാമ് ചെയ്യേണ്ടവരെ ഇക്റാമ് ചെയ്യണം. പക്ഷെ കണ്ടോരും കേട്ടോരും ഇക്റാമ് ചെയ്തിട്ട് ആഹ്റം കൊടുക്കരുത്. നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാ, ഹുസൈൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായി എന്ന്. ചിലപ്പോൾ അയാൾ നന്നാവും, അതോടുകൂടി നമ്മൾ കെട്ടുപോകും. ഏതുപോലെ ഒരു മഹാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബേക്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ കാറെടുത്ത് പോകുമ്പോൾ ചില നാടന്മാരായ ചെക്കന്മാർ, ഓട്ടോ ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങളായ തെരുവ് കച്ചവടക്കാർ, ഇങ്ങനെ എല്ലാക്കുന്ന പച്ചയായ മനുഷ്യന്മാർ, വളരെ സാധുക്കൾ, അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയപ്പോൾ കൂടെയുള്ള ഖാദിമ് എന്നിട്ട് അട്ടി ഓടിച്ചു. ആ മഹാൻ അള്ളാഹ് ഇട്ട് കൊടുക്കുന്ന തണൽ ഉടനെ തന്നെ അള്ളാഹു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാളെ മഹാനാക്കി. ആ സ്പോട്ടിൽ ഇവരുടെ എല്ലാ തണലും അള്ളാഹു ഡിലീറ്റ് ചെയ്തു. കണ്ടോ, അള്ളാഹുവാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. സലീഖ എന്ന പെണ്ണ് കൊട്ടാരത്തിന്റെ അധിപതിയായിരുന്നില്ലേ? 3 കൊട്ടാരങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം 13-ാം വയസ്സിൽ പൊട്ടക്കിണറ്റിലല്ലേ ഉണ്ടായിരുന്നത്? എന്നിട്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ചില്ലേ? ധനമന്ത്രിയാക്കിയില്ലേ? മിസ്റിലെ, ഈജിപ്തിലെ. അന്ന് ധനമന്ത്രിയായിട്ട് 200 പട്ടാളക്കാരുടെ കൂടെ കുതിര സവാരി നടത്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തുനിന്ന് ഒരു പിച്ചക്കാരിങ്ങനെ തളിയെടുത്തിട്ട് ചില്ലറെടുത്തിട്ട് എന്തേലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് സലീഖയായിരുന്നു എന്ന് റൂഹുൽ ബയാനിൽ കാണാം. താഴെയുള്ള ആളെ മുകളിലും മുകളിലുള്ള ആളെ താഴെയൊക്കെ ഇറക്കാൻ അള്ളാഹ്ക്ക് കറക്റ്റ് അറിയാം. അത് കളിക്കാൻ നിൽക്കരുത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് സംഭവമാക്കരുത്. ഉസ്താദ് മന്ത്രിച്ച വെള്ളം കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ അസുഖം മാറി എന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ നമുക്കുള്ളിൽ കിബർ വരരുത്. അതാ ആര്യത്ത് സ്വലാത്തിന്റെ വർക്കത്താ. ആ വർക്കത്ത് നമ്മളെ വർക്കത്താക്കരുത്. പലപ്പോഴും യൂട്യൂബ് ചാനലുകാർ അത് സംഭവിക്കുന്നുണ്ട്. ഹദ്ദാദിന്റെ വർക്കത്ത് സ്വന്തം വർക്കത്താക്കരുത്. അതാ ദിക്റിന്റെ വർക്കത്താണ്. അതാ ദിക്റിന് വിട്ടുകൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മളെക്കുറിച്ച് നമ്മളെ ഭാര്യമാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും വേണം. എന്ത്? അപ്പോൾ നമ്മളോട് ഭാര്യ പറയണം, ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട്, ഉസ്താദൊന്നാവണ്ട, അലിമൊന്നാവണ്ട, ഒരു നല്ല ഒരാളെ കൊണ്ട് ഈ വെള്ളം ഒന്ന് മന്ത്രിപ്പിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങളൊന്നിനും കൊള്ളൂലോ. ഏറ്റവും ആദ്യം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്താണ്, നാട്ടുകാരുടെ അടുത്തുനിന്നല്ല. ആദ്യത്തെ റാങ്ക് കിട്ടേണ്ടത് ഹൈറുക്കും ലി അഹ്ലി, ഭാര്യൻ്റെ അടുത്ത്.